ഇറാൻ ഇസ്രയേൽ യുദ്ധം തുടങ്ങിയില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ഏറ്റവും അധികം ചർച്ച ആകേണ്ടിയിരുന്നത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ യുദ്ധമാണ്. കാരണം രണ്ട് രാജ്യങ്ങളും പരസ്പരം നേരിട്ടുള്ള യുദ്ധം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. 2026 ഫെബ്രുവരി അവസാന വാരത്തോടെ ആരംഭിച്ച സംഘർഷം മാർച്ച് ആദ്യ വാരത്തോടെ ഇപ്പോൾ രൂക്ഷമായിട്ട് മാറുകയാണ്. ഏറ്റവും പുതിയ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോവാം. നൂർഖാൻ എയർബേസ് എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു എയർബേസ് ആണ്. ഇസ്ലാമാബാദിന് തൊട്ടടുത്തുള്ള ഒരു തന്ത്രപ്രധാനമായിട്ടുള്ള എയർബേസ് ആണ് ഈ ഒരു നൂർഖാൻ എയർബേസ് എന്ന് പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യ നൽകിയ തിരിച്ചടിയിൽ നൂർഖാൻ എയർബേസിലും ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഇന്ത്യ നടത്തിയിരുന്നു. ഇത് വലിയ നാശനഷ്ടങ്ങൾ പാകിസ്ഥാന് വരുത്തിയതാണ്. എന്നാൽ ഇപ്പോൾ 2026 ഈ ഒരു നൂർഖാൻ എയർബേസ് ഇന്ത്യ ആക്രമിച്ചതിന് പിന്നാലെ ഇപ്പോൾ താലിബാനും ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. 2025 ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് വലിയ നാശനഷ്ടങ്ങൾ നേരിട്ട എയർബേസ് പതിയെ പാകിസ്ഥാൻ പഴയപടി ആക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കനത്ത തിരിച്ചടി വീണ്ടും താലിബാന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിരിക്കുന്നത്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയായിരുന്ന നൂർഖാൻ എയർബേസ് വീണ്ടും വലിയ ആക്രമണത്തെ നേരിട്ടിരിക്കുന്നു. പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ അഫ്ഗാനിസ്ഥാന്റെ വ്യോമസേനയെ വില കുറച്ച് കാണുകയാണ് ചെയ്തത്. അഫ്ഗാനിസ്ഥാന്റെ വ്യോമസേന പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ പല സൈനിക കേന്ദ്രങ്ങളിലും ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു കഴിഞ്ഞു. അതായത് ദുർബലർ എന്ന് പാകിസ്ഥാൻ കരുതിയ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് കൊടുത്തുകൊണ്ട് അവരെ മാത്രമല്ല സൗത്ത് ഏഷ്യ ഒന്നാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇവിടം കൊണ്ടും കാര്യങ്ങൾ തീർന്നില്ല. താലിബാന്റെ തിരിച്ചടി വീണ്ടും തുടർന്നു. അതായത് പാകിസ്ഥാന്റെ 12ാം ഡിവിഷൻ ആസ്ഥാനം, ക്വറ്റയിലുള്ള 12ാം ഡിവിഷൻ ആസ്ഥാനം ആക്രമിക്കപ്പെട്ടു. ബലൂചിസ്ഥാനിലെ സൈനിക ആസ്ഥാനത്തിന് നേരെ ശക്തമായ ആക്രമണമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഖൈബർ പക്തൂൺഖ മേഖലയിലെ പ്രധാന സൈനിക ക്യാമ്പ് താലിബാൻ ആക്രമിച്ചു. ചുരുക്കി പറഞ്ഞാൽ കനത്ത തിരിച്ചടി പാകിസ്ഥാന് ഈ യുദ്ധത്തിൽ ഉണ്ടായിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള സോഴ്സുകൾ പറയുന്നതനുസരിച്ച് പാകിസ്ഥാന്റെ ഭാഗത്ത് സൈനികർ മാത്രം ഏകദേശം 100-ലധികം പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. 27ഓളം സൈനിക പോസ്റ്റുകൾ താലിബാൻ പിടിച്ചെടുത്തിരിക്കുകയാണ്. റാവൽപിണ്ടിയിലെ എയർബേസിന് കാര്യമായ നാശനഷ്ടങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ നൽകിയ തിരിച്ചടിയിൽ താലിബാന്റെ ഭാഗത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 400ഓളം താലിബാനികളെ വധിച്ചു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇതിന് സ്ഥിരീകരണമില്ല. എന്നാൽ താലിബാന്റെ ഭാഗത്തും ആൾനാശമുണ്ടായി എന്ന് ഉറപ്പാണ്. അഫ്ഗാനിസ്ഥാന്റെ കുറെ പോസ്റ്റുകൾ തങ്ങൾ പിടിച്ചെടുത്തു എന്നും പാകിസ്ഥാൻ അവകാശപ്പെടുന്നുണ്ട്. എത്രമാത്രം ശരിയാണെന്നൊക്കെ കണ്ടു തന്നെ അറിയണം. പക്ഷെ ഒരു കാര്യം നമുക്ക് സ്ഥിരീകരിക്കാം, അഫ്ഗാനിസ്ഥാനിൽ ശക്തമായിട്ടുള്ള ആക്രമണം പാകിസ്ഥാൻ നടത്തുകയുണ്ടായി. പാകിസ്ഥാൻ വ്യോമസേനയാണ് കാണ്ഡഹാർ, കാബൂൾ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ ബോംബാക്രമണം നടത്തിയത്. അതേസമയത്ത് കരയുദ്ധത്തിൽ പാകിസ്ഥാൻ സൈന്യത്തിന് തന്നെയാണ് തിരിച്ചടി എന്നാണ് സൂചന. പലയിടങ്ങളിലും പോസ്റ്റുകൾ ഉപേക്ഷിച്ച് പാകിസ്ഥാൻ സൈന്യം ജീവനും കൊണ്ടോടി. എന്നാൽ പൊരുതി നിന്ന പാക് പട്ടാളക്കാർ പലരും ഇപ്പോൾ അഫ്ഗാനിസ്ഥാന്റെ പിടിയിലായതായും പാകിസ്ഥാൻ തന്നെ ഔദ്യോഗികമായി സമ്മതിച്ചിട്ടുണ്ട്. അതിർത്തി ഗ്രാമങ്ങളിൽ പാകിസ്ഥാൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ അഫ്ഗാനിസ്ഥാന്റെ ഭാഗത്ത് ആൾനാശമുണ്ടായതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. സ്ത്രീകളും കുട്ടികളും അടക്കം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാന്റെ ആക്രമണങ്ങൾ പലതും ആൾവാസമുള്ള മേഖലകളിലാണ്. ഈ കാര്യത്തിൽ പാകിസ്ഥാനേക്കാൾ ഭേദം താലിബാനാണെന്ന് പറയാതെ വയ്യ. കാരണം സൈനിക കേന്ദ്രങ്ങളോ പോസ്റ്റുകളോ ആണ് അവർ ലക്ഷ്യമിടുന്നത്. സാധാരണ ജനങ്ങളെ ആക്രമിക്കുന്നതായി കാണുന്നില്ല. നിലവിലെ സാഹചര്യം പറയുകയാണെങ്കിൽ പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് അഫ്ഗാനിസ്ഥാനെതിരായിട്ട് രാജ്യം തുറന്ന യുദ്ധത്തിലാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്റെ റഷ്യൻ സന്ദർശനം റദ്ദാക്കി. അതിർത്തിയായിട്ടുള്ള ഡ്യൂറൻ ലൈനിൽ കടുത്ത പോരാട്ടം തുടരുകയാണ്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി ഡ്യൂറൻ ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെയാണ് അഫ്ഗാനിസ്ഥാൻ ഒരുപാട് തർക്ക പ്രദേശങ്ങൾ ഉള്ളത്. പാകിസ്ഥാൻ തങ്ങളുടെ നിരവധി പ്രദേശങ്ങൾ അനധികൃതമായി കൈവശപ്പെടുത്തി വച്ചിരിക്കുകയാണെന്നും ഡ്യൂറൻ ലൈൻ കൃത്യമായിട്ടുള്ള അതിർത്തി അല്ല നിർണ്ണയിക്കുന്നത് എന്നും അഫ്ഗാനിസ്ഥാൻ വിശ്വസിക്കുന്നു. എന്തായാലും പലയിടങ്ങളിലും പാകിസ്ഥാന് കനത്ത തിരിച്ചടി ഉണ്ടായി എന്ന് അവർക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ. അതേസമയത്ത് പതിവ് രീതിയിൽ ഇതിലും ഇന്ത്യയുടെ മേൽ ആരോപണം ഉന്നയിക്കാൻ പാകിസ്ഥാൻ മറന്നിട്ടില്ല. അതായത് താലിബാൻ ഇന്ത്യയുടെ പ്രോക്സിയായി പ്രവർത്തിക്കുന്നുവെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. എന്നാൽ അഫ്ഗാനിസ്ഥാനോ ഇന്ത്യയോ ഇത് അംഗീകരിച്ചിട്ടില്ല. അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് ഇതിനോടകം തന്നെ ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ഥിതിഗതികൾ ശാന്തമാകാൻ അന്താരാഷ്ട്ര തലത്തിൽ സമ്മർദ്ദമുണ്ടെങ്കിലും ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനെ പ്രതിരോധിക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട് എന്ന് പറയുകയുണ്ടായി.
എന്നാൽ ഈ പറച്ചിലിനപ്പുറം കാര്യമായി മറ്റ് സഹായങ്ങളൊന്നും തൽക്കാലം പാകിസ്ഥാൻ പ്രതീക്ഷിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് ഇസ്രയേലിന് പിന്തുണയുമായിട്ട് അമേരിക്ക ഇറാനെതിരെ യുദ്ധം ചെയ്യുന്ന ഈ ഘട്ടത്തിൽ ചൈനയുടെ ഭാഗത്തും അഫ്ഗാനിസ്ഥാൻ എതിരായിട്ടുള്ള ഒരു നീക്കം നേരിട്ട് ഉണ്ടാകുമെന്ന് കരുതുക വയ്യ. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ യുദ്ധം പാകിസ്ഥാന്റെ മാത്രം യുദ്ധമായിട്ട് മാറുകയാണ്. അതേസമയത്ത് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നുമില്ലെങ്കിലും പാകിസ്ഥാൻ നിരന്തരമായിട്ട് ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. വ്യക്തിപരമായി ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം ഇത്രയും കാലം ചൈനയും പാകിസ്ഥാനും ഒന്നിച്ചു നിന്ന് ഇന്ത്യയോട് ചെയ്തിരുന്നതും അതൊക്കെ തന്നെയാണല്ലോ. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ ഇപ്പോൾ നല്ല സമയമാണ്. തലങ്ങും വിലങ്ങും അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിനകത്ത് തന്നെ സംഘർഷങ്ങൾ തുടർക്കഥയാണ്. ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് സ്വതന്ത്ര രാഷ്ട്രത്തെ പോലെയാണ് പലയിടങ്ങളിലും നിലനിൽക്കുന്നത്. ഖൈബർ പക്തൂൺഖ മേഖലയിലാകട്ടെ അവിടെയും പാകിസ്ഥാൻ സൈന്യത്തിനും പോലീസിനും കടന്നു ചെല്ലാൻ കഴിയാത്ത നിരവധി മേഖലകളുണ്ട്. അവിടെയൊക്കെ തന്നെ ഒരു സ്വതന്ത്ര രാജ്യത്തെ പോലെയാണ്. അതേ രീതിയിൽ തന്നെ പാകിസ്ഥാന്റെ സിന്ധ് പ്രവിശ്യയിലും ചില നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ പല രാജ്യങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര കലഹങ്ങളും സംഘർഷങ്ങളും ഉടലെടുത്തിരിക്കുന്ന അതേ സമയത്താണ് അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള യുദ്ധവും. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ഇന്ത്യ തല്ലിയൊടിച്ച കാലുകളുമായിട്ടാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനോട് യുദ്ധത്തിന് പോകുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത തിരിച്ചടി അഫ്ഗാനിസ്ഥാന്റെ അടുത്ത് നിന്ന് പാകിസ്ഥാന് നേരിടേണ്ടി വരികയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.